വിസ തട്ടിപ്പിൽ ഇൻഫോസിസിന് 283 കോടി രൂപ പിഴയിട്ട് അമേരിക്ക. ഇന്ന് വരെ അമേരിക്ക ചുമത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പിഴത്തുകയാണിത്. വിസ തട്ടിപ്പ് കേസിൽ ഇന്ത്യൻ കമ്പനിയായ ഇൻഫോസിസിന് 283 കോടി രൂപ പിഴ ചുമത്തി അമേരിക്ക. 34 ബില്യൺ ഡോളറാണ് പിഴത്തുകയായി ചുമത്തിയത്. H1B വിസയ്ക്ക് പകരം തങ്ങളുടെ തൊഴിലാളികൾക്ക് B1 സന്ദർശക വിസ നൽകി ഇൻഫോസിസ് US വിസ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് കമ്പനിക്കെതിരെ ഉയരുന്ന ആരോപണം. ഇമിഗ്രേഷൻ തട്ടിപ്പ് കേസിൽ ചുമത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പിഴത്തുകയാണിത്. ഇൻഫോസിസ് തട്ടിപ്പ് ആരോപിച്ചാണ് നാരായണമൂർത്തി സഹസ്ഥാപകനായ ഇൻഫോസിസിന് പിഴ ഈടാക്കിയത്. കേസിൽ 34 മില്യൺ ഡോളർ സിവിൽ സെറ്റിൽമെന്റ് നടത്താൻ ഇൻഫോസിസ് സമ്മതിച്ചു. വിസ തട്ടിപ്പ്, ഇമിഗ്രേഷൻ പ്രക്രിയകളുടെ ദുരുപയോഗം എന്നീ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് ഇത് സംബന്ധിച്ച നടപടികൾ സ്വീകരിച്ചത്. കമ്പനിയുടെ തൊഴിൽ ചെലവ് കുറയ്ക്കുന്നതിനായിരുന്നു തൊഴിലാളികൾക്ക് B1 സന്ദർശക വിസ നൽകിയത്. എന്നാൽ കുറ്റാരോപണത്തിന് പിന്നാലെ ഇൻഫോസിസ് ഒത്തുതീർപ്പിന് സമ്മതിക്കുകയും ഭാവിയിൽ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ ലംഘനം തടയാനും വിസ രീതികളിൽ സുതാര്യത നിലനിർത്താനും കോർപ്പറേറ്റ് തലത്തിൽ കർശനമായ പാലിക്കൽ നടപടികൾ നടപ്പിലാക്കുമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ പ്രൊഫഷണൽ ജോലിക്ക് എത്തുന്നവർക്ക് അനുവദിക്കുന്ന വിസയാണ് H1B വിസകൾ. ഈ വിസയിൽ എത്തുന്നവർക്ക് തൊഴിലുടമ കൃത്യമായ വേതനം നൽകുകയും തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് കർശനമായ വേതന വ്യവസ്ഥകൾ പാലിക്കുകയും വേണം. എന്നാൽ മീറ്റിംഗുകൾ പങ്കെടുക്കുന്നതിനോ പരിശീലനത്തിനോ സന്ദർശനത്തിനോ വേണ്ടിയുള്ള ഹ്രസ്വകാല ബിസിനസ് വിസയാണ് B1 വിസകൾ. ഇൻഫോസിസിലെ H1B തൊഴിലാളികൾക്ക് B1 വിസയായിരുന്നു ഇൻഫോസിസ് നൽകിയത്. ഇങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത്.